പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മളെല്ലാവരും കാത്തിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പരിശോധിക്കാം. പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നടന്ന അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക, 187/2025 ആണ്. അപ്പൊ നമ്മൾ കാറ്റഗറി നമ്പർ നോക്കുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഗസറ്റ് ഡേറ്റും ലാസ്റ്റ് ഡേറ്റും. ഇപ്പൊ ഗസറ്റ് ഡേറ്റ് എന്നാണ് 31/7/2025, അതായത് ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്നാണ് 3/9/2025 ആണ്. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അയക്കുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കുക. കാര്യം ഈ ഒരു അവസരം ആരും മിസ് ചെയ്യരുത്. അത് കാരണം എത്രയും പെട്ടെന്ന് നിങ്ങൾ അയക്കുക, ബാക്കിയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ കാറ്റഗറി നമ്പർ മനസ്സിലായി, 187/2025 ആണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എക്സൈസ് എന്നാണ്. പോസ്റ്റിന്റെ പേര് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി. എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി. നമ്മുടെ സ്കെയിൽ ഓഫ് പേ എത്രയാണ്? 43,400 തൊട്ട് 91,200 വരെയാണ്. ഇപ്പൊ റിപ്പോർട്ട് ചെയ്തേക്കുന്ന വേക്കൻസീസ് 6 എണ്ണമാണ്. നമുക്കറിയാം വേക്കൻസി ഇപ്പൊ റിപ്പോർട്ട് ചെയ്തതാണ്. ബാക്കി ഇനി വേക്കൻസി കൂടിക്കൊണ്ടിരിക്കും അല്ലെ? നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നവരെയും ഇനിയുള്ള വേക്കൻസികളെല്ലാം ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ 6 വേക്കൻസി ഉണ്ട്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ദെൻ ഏജ് ലിമിറ്റ് 19 തൊട്ട് 31 വയസ്സ് വരെയാണ്. SC ST OBC കാൻഡിഡേറ്റ്സിന് അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. അവര് നോട്ടിഫിക്കേഷനിൽ മസ്റ്റ് പൊസസ് BA BSc BCom ഒക്കെ പറയുന്നുണ്ട്. എനി ഡിഗ്രി ഉള്ളവർ എലിജിബിൾ ആണ്. എനി ഡിഗ്രി ഉള്ളവർ എലിജിബിൾ ആണ്. 19 തൊട്ട് 31 വയസ്സായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എനി ഡിഗ്രി ഉള്ളവർ എലിജിബിൾ ആണ്. ഇനി എക്സ് സർവീസ് കാൻഡിഡേറ്റ്സിന് 10ാം ക്ലാസ് മതി മിനിമം യോഗ്യത. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇൻ കേസ് ഓഫ് ex serviceman the minimum qualification shall be SSLC. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത് ഒരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, മെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ ഹൈറ്റ് 165 സെന്റിമീറ്റർ, നമുക്കിപ്പോ SC ST കാൻഡിഡേറ്റ്സിന് 160 സെന്റിമീറ്റർ ഹൈറ്റ് മതി. അപ്പോഴാ അതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കുക. ഹൈറ്റ് എന്താണ്? മെയിൽ കാൻഡിഡേറ്റിന് 165 സെന്റിമീറ്റർ മസ്റ്റ് ആണ്. ഇനി റിലാക്സേഷൻ ആർക്കുണ്ട്? SC കാൻഡിഡേറ്റിന് 160 മതി. ദെൻ ചെസ്റ്റ് അതേപോലെ തന്നെ 81 സെന്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എക്സ്പാൻഷൻ മിനിമം 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. അപ്പോ മെയിൽ കാൻഡിഡേറ്റിന്റെ കാര്യം ക്ലിയർ ആയി. ഇനി അടുത്തത് ഫീമെയിൽ കാൻഡിഡേറ്റിന്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് 152 സെന്റിമീറ്റർ ആണ്. ഇനി SC കാൻഡിഡേറ്റ് ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ് എങ്കിൽ അവർക്ക് 150 സെന്റിമീറ്റർ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ക്ലിയർ ആയല്ലോ. ഇനി അവർക്ക് ഈ ചെസ്റ്റിന്റെ ആ ഒരു റിക്വയർമെന്റ് ഇല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ അടുത്ത കാര്യം പറയുന്നത് ഐ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഐ സ്റ്റാൻഡേർഡ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് 2 കണ്ണിനും ഡിസ്റ്റൻസ് വിഷൻ 6/6 സ്നെല്ലൻ വേണം. അതേപോലെ തന്നെ നിയർ വിഷൻ 0.5 സ്നെല്ലൻ 2 കണ്ണിനും വേണം. ഇനി അതേപോലെ തന്നെ നമുക്ക് കണ്ണിന് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കളർ ബ്ലൈൻഡ്നെസ് പാടില്ല. സ്ക്വിന്റ് ഓർ എനി മോർബിഡ് കണ്ടീഷൻ of the eyes or lid of either eye shall be a disqualification. അത് നിങ്ങൾ മനസ്സിലാക്കണം. കണ്ണപ്പം നമ്മൾ ക്ലിയർ ആയിരിക്കണം. കണ്ണിന് മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ കളർ ബ്ലൈൻഡ്നെസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അവർ പറയുന്നുണ്ട്. അതൊക്കെ എന്തായിരിക്കും? ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അതേപോലെ തന്നെ അതർ ഫിസിക്കൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് വരുന്നത്? നോക്ക് നീ, ഫ്ലാറ്റ് ഫീറ്റ്, വെരിക്കോസ് വെയിൻ, ബോ ലെഗ്സ്, ഡീഫോംഡ് ലിംസ്, ഇറഗുലർ ആൻഡ് പ്രൊട്രൂഡിംഗ് ടീത്ത്, പല്ലിന്റെ കാര്യത്തിൽ വരെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എക്സെട്ര, അങ്ങനെയുള്ളവരൊന്നും ഇതിന് എലിജിബിൾ അല്ല. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോ ദെൻ നമുക്കറിയാം ഈ പരീക്ഷയ്ക്ക് എന്തൊക്കെ ഉണ്ടാകും. ഈ എക്സാമിനേഷന് അല്ലെങ്കിൽ ഈ ഒരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം?
ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും, ഒരു മെയിൻ എക്സാം ഉണ്ടാകും, അതിനുശേഷം ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ട്. എന്താണ് പ്രിലിമിനറി എക്സാം, മെയിൻ എക്സാം, ഫിസിക്കൽ മെഷർമെന്റ്, അതിനുശേഷമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെ, എന്നിട്ടാണ് ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. അപ്പൊ ഈ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും, ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. ദെൻ റിട്ടേൺ ടെസ്റ്റിന്റെ, അതായത് മെയിൻ എക്സാമിന്റെ റിട്ടേൺ ടെസ്റ്റിന്റെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലുള്ള നമ്മൾ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെയുണ്ട്, നമുക്ക് പ്രിലിമിനറി ഉണ്ട്, പ്രിലിമിനറി ഒരു എലിമിനേഷൻ റൗണ്ട് ആണ്. ദെൻ മെയിൻ എക്സാം ഉണ്ട്, ദെൻ എന്തുണ്ട്, ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അല്ലെ, പിന്നെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ മെയിൻ പരീക്ഷയുടെ മാർക്കും ഇന്റർവ്യൂ പരീക്ഷയുടെ മാർക്കും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റില്, ഫിസിക്കൽ മെഷർമെന്റിൽ എന്തൊക്കെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വേണമെന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ഹൈറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ദെൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലാണ് മെയിൽ കാൻഡിഡേറ്റ് ആണ് എങ്കിൽ നമ്മൾ 8 ഐറ്റം തരും, അതിൽ ഏതെങ്കിലും 5 എണ്ണം പാസ്സായിരിക്കണം. ഐറ്റം എന്തൊക്കെയാണ്? മെയിൽ കാൻഡിഡേറ്റിന്റെ ആണ് ആദ്യം പറയുന്നത്, 100 മീറ്റർ റൺ 14 സെക്കൻഡിൽ പൂർത്തിയാക്കിയിരിക്കണം. ദെൻ രണ്ടാമത്തെ ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ മിനിമം. ദെൻ ലോങ് ജമ്പ് 457.22 സെന്റിമീറ്റർ, അത് വേണം. അതേപോലെ തന്നെ ഷോർട്ട് പുട്ട് അല്ലെ, ഷോർട്ട് പുട്ട് എറിയുന്നത് 7264 ഗ്രാമുള്ള ഷോർട്ട് പുട്ട് മിനിമം 609.60 സെന്റിമീറ്റർ നമ്മൾ എറിയണം. ദെൻ ക്രിക്കറ്റ് ബോൾ ത്രോ അല്ലെ, 6096 സെന്റിമീറ്റർ നമ്മൾ എറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ അടുത്തത് റോപ്പ് ക്ലൈംബിംഗ്, കൈകൊണ്ട് മാത്രമാണ് 365.80 സെന്റിമീറ്റർ നമ്മൾ മിനിമം റോപ്പ് ക്ലൈംബിംഗ് ചെയ്യണം. ദെൻ പുള്ളപ്പ് ഓർ ചിന്നിങ് 8 ടൈംസ്. ദെൻ 1500 മീറ്റർ റൺ 5 മിനിറ്റും 44 സെക്കൻഡും. അപ്പൊ ഇങ്ങനെ 8 ഐറ്റം തന്നിട്ടുണ്ട്. ഇതിൽ എന്ത് ചെയ്യണം, ഏറ്റവും മിനിമം ഏതെങ്കിലും 5 ഐറ്റം നമ്മൾ പാസ്സാകണം, എന്നാലേ നമ്മൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകത്തുള്ളൂ. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അവർക്ക് ആദ്യത്തെ 100 മീറ്റർ റൺ അത് എത്രയാണ്, 17 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കണം. ദെൻ ഹൈ ജമ്പ് 106 സെന്റിമീറ്റർ. ദെൻ ലോങ് ജമ്പ് 305 സെന്റിമീറ്റർ. ഷോർട്ട് പുട്ട് 4 കിലോ ഉള്ള ഷോർട്ട് പുട്ട് 488 സെന്റിമീറ്റർ. ദെൻ 200 മീറ്റർ റൺ 36 സെക്കൻഡ്. ദെൻ ക്രിക്കറ്റ് ബോൾ ത്രോ 1400 സെന്റിമീറ്റർ. ദെൻ ഷട്ടിൽ റേസ് 25x4 മീറ്റേഴ്സ് 26 സെക്കൻഡ്. ദെൻ സ്കിപ്പിംഗ് 80 ടൈംസ്, അതായത് 1 മിനിറ്റിൽ 80 പ്രാവശ്യം. ഇത്രയാണ് ഫീമെയിൽ കാൻഡിഡേറ്റിന്റെ കാര്യങ്ങൾ പറയുന്നത്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന്റെ കാര്യം. പിന്നെ ഇതിന്റെ പ്രൊബേഷന്റെ കാര്യമൊക്കെയാണ് പറയുന്നത്, ട്രെയിനിങ്. ഓക്കെ. അത് ശേഷം നമുക്ക് ഇനി അടുത്തത് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ലാസ്റ്റ് ഡേറ്റിന് മുമ്പേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, വിട്ടുപോകരുത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ്. അപ്പൊ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഇതിന് എത്ര വേക്കൻസി ഇനി വരുമായിരിക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടണം. ഇതിന്റെ കോമ്പറ്റീഷൻ ലെവലൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് വേണം. അത് നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന കാറ്റഗറി നമ്പർ, കഴിഞ്ഞ പ്രാവശ്യം നടന്ന പരീക്ഷയുടെ കാറ്റഗറി നമ്പർ എത്രയാണ്? 497/2019 ആയിരുന്നു. പ്രിലിമിനറി എക്സാം 2 ഘട്ടമായിട്ടാണ് നടന്നത്. ഒന്ന് 30/10/2021 അതേപോലെ തന്നെ 13/11/2021. അത് കോമൺ പ്രിലിമിനറി ആയിട്ടാണ് നടന്നത് അല്ലെ. കുറെ പരീക്ഷകൾ ആ സമയം ഉണ്ടായിരുന്നു, SBCAD അങ്ങനെയുള്ള കുറെ പരീക്ഷകളുടെ കോമൺ പ്രിലിമിനറി ആയിട്ടാണ് നടന്നത്. അത് 2 ഘട്ടമായിട്ടാണ് നടന്നത്. അപ്പൊ പ്രിലിമിനറി ഫിൽട്ടർ ചെയ്തിട്ട് ഉള്ള കട്ട് ഓഫ് എത്രയാണ്? പ്രിലിമിനറിയിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള അന്നത്തെ കട്ട് ഓഫ് 53.15 ആയിരുന്നു. ഇതിന് മേളിൽ മാർക്കുള്ളവരാണ് പ്രിലിമിനറി കടന്നത് അല്ലെ. ഈ മാർക്കും അതിന് മേളിലുള്ളവരുമാണ് പ്രിലിമിനറി കടന്നത്. അതിനുശേഷം അവര് എന്ത് ചെയ്തു? മെയിൻ എക്സാം എഴുതി. മെയിൻ എക്സാം നടന്ന എന്നാണ് 29/11/2022 ദെൻ മെയിൻ എക്സാം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? മെയിന്റെ കട്ട് ഓഫ് മാർക്ക് അല്ലെ, അതായത് മെയിൻ എക്സാം കഴിഞ്ഞപ്പോ മെയിന്റെ ലിസ്റ്റ് വന്നു അല്ലെ, അതായത് ഷോർട്ട് ലിസ്റ്റ് വന്നു നമുക്ക് പറയാം. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോ അതിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്? 45 മാർക്കും അതിന് മേളിലുള്ളവരുമാണ്
അതിൽ ഷോർട്ട് ലിസ്റ്റഡ് ആയത്. അത് എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്? 145 പേര് ഷോർട്ട് ലിസ്റ്റിനകത്ത്. അതേപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നവര് 28 പേര്. ദെൻ മെയിന്റെ കട്ട് ഓഫ് മാർക്ക് പറഞ്ഞു 45 ആയിരുന്നു അല്ലെ. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 28/12/2023 അല്ലെ. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുവരെ 158 പേർക്ക് നിയമനം കിട്ടി. ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്നത് 6/1/2025 റാങ്ക് ലിസ്റ്റ് എന്നാണ് എക്സ്പയർ ആയത്? 27/12/2024. അപ്പൊ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ഇല്ല. അപ്പൊ ഇപ്പൊ വരുന്നത് തൊട്ട് ഇനി അങ്ങോട്ട് നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് തീരുന്നത് വരെയുള്ള വേക്കൻസി ഈ പറയുന്ന കാറ്റഗറി നമ്പറിലായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എലിജിബിലിറ്റി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 19 തൊട്ട് 31 വരെയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു. അതേപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലെ. മെഡിക്കൽ ആയിട്ടുള്ള അല്ലെ ഐ സ്റ്റാൻഡേർഡ്സ് ഞാൻ പറഞ്ഞു അല്ലെ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞു. പിന്നെ നമുക്ക് എന്തോ ഉണ്ടാവും? നമുക്ക് പറയാം പ്രിലിമിനറി എക്സാം ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്, ഫിസിക്കൽ മെഷർമെന്റ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, പിന്നെ എന്തോ ഉണ്ട്? ഇന്റർവ്യൂ ഉണ്ട് അല്ലെ. ഇന്റർവ്യൂ 20 മാർക്കിനായിരിക്കും അല്ലെ. മെയിൻ എക്സാം 100 മാർക്കിന്റെ OMR പരീക്ഷ ആയിരിക്കും. ദെൻ ഈ പരീക്ഷയ്ക്ക് നമുക്കറിയാം അത്യാവശ്യം യൂണിഫോം പോസ്റ്റ് ആണ്, ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് ആണ്. നമ്മുടെ SI പോലെ തന്നെ എക്സൈസിലെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അപ്പൊ ഒരുപാട് കോമ്പറ്റീഷൻ വരും അല്ലെ. യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ടും നല്ല ഒരു പോസ്റ്റ് ആയതുകൊണ്ടും നല്ല പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ള പോസ്റ്റ് ആണ് അല്ലെ. ഒരുപാട് ഈ SI പോലെ അത്രയും വർക്ക് പ്രഷർ ഇതിനകത്ത് ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ വരും. അപ്പൊ ഈ ഒരു പരീക്ഷയിൽ നമുക്ക് ആദ്യ റാങ്ക് നേടാനായിട്ട് ടെക് PSCയോടൊപ്പം തയ്യാറെടുക്കാം. അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നൽകുന്ന ക്ലാസ്സുകളാണ്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം പഠിക്കുക, നമ്മൾ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ എല്ലാത്തിന്റെയും നോട്ട്സ്, ക്യാപ്സൂൾ നോട്ട്സ് തരും. നിങ്ങൾ വേറെ ഒരു സോഴ്സും തേടി അലയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ സിലബസിലെ ക്ലാസ് തരും, ഫുൾ നോട്ട്സ് തരും, ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാവും, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും. പരീക്ഷ വരെ നമ്മൾ ക്ലാസ് തരും. നിങ്ങൾ പരീക്ഷ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾ പരീക്ഷ ക്ലിയർ ചെയ്താൽ മതി. പരീക്ഷ ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ്. ഈ നമ്മുടെ കോഴ്സ് എടുക്കുന്ന എല്ലാവർക്കും ഡൗട്ട് ക്ലിയറൻസ്, മെന്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ്. ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ബാക്കി ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ളവർ ഈ ഞാൻ പറഞ്ഞ എലിജിബിലിറ്റിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.